ഹായ് ശ്രീ. ഹായ്. റോസ് മുത്തേടൻ. ഞാനാണ് റോസ് മുത്തേടൻ. പ്ലീസ് കം ഇൻ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ആക്ച്വലി ഞാൻ അഞ്ജു. റോസ് എൻ്റെ അമ്മയാണ്. പ്ലീസ് കം. പ്ലീസ് സിറ്റ്. അമ്മയുടെ പേരിൽ ചാറ്റ് ചെയ്ത് ഞാനാ. അമ്മയ്ക്ക് നെറ്റൊന്നും അറിയില്ല. അമ്മ ഇപ്പൊ സ്ഥലത്തില്ല. ഡാഡിയുടെ കൂടെ സിംഗപ്പൂരില്ല. എന്തെങ്കിലൊക്കെ പറ. ഞാനൊരു പാട്ടിട്ടെ. ഹായ് ശ്രീ. ഹായ്. സോറി, എന്റെ മോളെ പിച്ച പണിഞ്ഞ. വാ. അലക്സ്, അമിത് ശ്രീകുമാർ. Hi. ഹലോ സർ. I'm a little busy. I have a meeting. Oh. I'm sorry. കം. ശ്രീയിൽ ഇപ്പോഴും ആ പഴയ ശ്രീകുട്ടനെ കാണാം. അതേ ചിരി, അതേ നുണക്കുഴി. ശ്രീ എന്താ ഒന്നും മിണ്ടാത്തെ? വന്നപ്പോ തൊട്ടേ വലിയ ചിന്തയിലാണല്ലോ. ഹേയ്, ഒന്നുമില്ല. എന്തിനാ മനുഷ്യൻ വെറുതെ വളരുന്നതെന്ന് സ്വയം ചോദിക്കുകയായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇത് റോസിന് വാങ്ങിയതാ. ഇഷ്ടമാവോന്നറിയില്ല. താഴത്തിടരുത്, പൊട്ടും. ഞാനിത് കയ്യിലെടുത്ത കാലം മറന്നു ശ്രീ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. This gift really means a lot to me. Thanks. Bye, Shri. This gift really means a lot to me. ശ്രീയേട്ടൻ തിരുവനന്തപുരത്തിന് പോയത് കമ്പനി ആവശ്യത്തിനല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ആരെയാ സ്വപ്നം കാണുന്നെന്ന് എനിക്കറിയില്ല. സ്വപ്നമല്ലേ, പറയാതെ അറിയാൻ പറ്റുകയില്ല. നിന്നെ തന്നെയായിരുന്നു. സ്വപ്നങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു സിനിമാ കൊട്ടകയുണ്ട് അങ്ങ് സ്വർഗത്തിൽ. അവിടെ ഞാനൊരു ടിക്കറ്റിന് ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പോഴതാ കൗണ്ടറിൽ നീയിരിക്കുന്നു, കയ്യിലൊരു ബോർഡുമായി. നോ ഷോ. ഇന്ന് കളിയുണ്ടായിരിക്കുന്നതല്ല. കറക്റ്റ്. ഞാൻ ഉടുത്തിരുന്നത് ആ മെറൂൺ കളർ സിൽക്ക് സാരിയല്ലേ? പുതിയ ജോലി കിട്ടിയ സന്തോഷത്തിന് ശ്രീയേട്ടൻ വാങ്ങി തന്ന ഗിഫ്റ്റ്. എന്റെ ശ്രീയേട്ടാ, സാരി വാങ്ങി തന്ന ഭാര്യമാരെ പറ്റിക്കുന്നതേ ഇപ്പൊ സീരിയലിൽ പോലും ഇല്ല കാണാൻ. പക്ഷേ പോക്കറ്റിന്ന് ഒരു ബാസ്കറ്റ് ബോൾ വാങ്ങിയ ബില്ല് കിട്ടി. തിരുവനന്തപുരത്ത് കമ്പനിയുടെ 2 ദിവസത്തെ ട്രെയിനിങ്ങിന് ബാസ്കറ്റ് ബോൾ കളിക്കാനായിരുന്നു എന്തോ. എന്തായാലും കൊച്ചിനൊന്ന് പിടിക്കേ. 2 ദിവസമായിട്ട് കൈമാറാൻ ഒരാളില്ലാതിരിക്കായിരുന്നു ഞാൻ. പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബോൾ വാങ്ങിത്താ. ഇതിനകത്ത് കിടന്ന് ബോറടിച്ച് ചാവുക മറ്റുള്ളവര്.
ഓ ഓ ഓ, ഓ. ഓ, എങ്ങനെയുണ്ട് അമ്മ ഇത്? നന്നായിരിക്കുന്നു. ഇത് 7ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ ഇതിപ്പോ എവിടുന്ന് കിട്ടി നിനക്ക്? ഇത് ഞാൻ വാങ്ങിച്ചതാ. പോളറാൾസ് ലോറൽ വിംബിൾഡൺ ഒറിജിനൽ മെർച്ചൻഡൈസ്. നെക്സ്റ്റ് ക്വാളിഫൈങ് റൗണ്ടിൽ ഇതിടാം അല്ലേ? ഇത്തരം വേഷങ്ങളാ ഗെയിമിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. പോയി അഴിച്ചു വെച്ചിട്ട് വാ. അമ്മേ നോ. യെസ്. നിനക്കിതാരെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ? ശ്രേയസ് കപൂർ? അഞ്ജു, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മോള് നുണ പറയുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന്. ആ ശ്രേയസ് കപൂർ വന്നതിന് ശേഷം ഈ മാറ്റം. അവൻ എങ്ങനെ നിന്റെ അളവ് കിട്ടി? നീ അയച്ചു കൊടുത്തല്ലേ? അല്ലേ? ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. വാ, പപ്പയും കൂടി അറിയട്ടെ. അമ്മേ അങ്ങനെയൊന്നുമില്ല. പപ്പയോട് പറയണ്ട. അതെന്താ പപ്പ അറിഞ്ഞ? നീ കള്ളം പറയാ. ഇനി പപ്പയോടും പറ, പപ്പയും അറിയട്ടെ. യഥാർത്ഥ ശ്രേയസ് കപൂർ അല്ല അഞ്ജുന്റെ ചാറ്റ് ഫ്രണ്ട് എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. പക്ഷേ അമ്പരപ്പിക്കുന്നത് മറ്റൊന്നാണ്. കക്ഷി അഞ്ജുനെ കോണ്ടാക്ട് ചെയ്യുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ്. ചിലപ്പോ ദുബായ്, മറ്റു ചിലപ്പോ കൊലലംപൂർ. Either he's a fake or there's a network of hackers behind him. ആൾ ഇന്റർനാഷണൽ റോമിംഗാ. കൈയോടെ പിടിക്കാൻ ഇനിയും സമയമെടുക്കും. അവസാനം വന്ന കൊറിയറിന്റെ ലേബൽ ഓഫീസിൽ എത്തിച്ചേരണം. ടെന്നീസ് ഒരു ഗ്ലാമർ ഗെയിം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസൻസ് ഒക്കെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ കളി വേണ്ടാന്ന് വെക്കണം. ഏതായാലും അഞ്ജുനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഉമ്മ കിട്ടും.